ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തെങ്ങിന് നല്ല കൊല്ല കുത്തി കാ പിടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജൈവവളത്തിൻ്റെ കൂട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ തെങ്ങിനുള്ള ജൈവവളത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് 3 കൂട്ടുകളാണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കൂട്ടാണ് നല്ല മൂത്ത ഒരു ചക്ക. അത് വരിക്കയാണെങ്കിലും കൂഴയാണെങ്കിലും കുഴപ്പമില്ല. നല്ല ഒരു മൂത്ത ചക്ക, നല്ല ഫ്രഷായിട്ടുള്ള ചീയാത്ത കേടൊന്നും ഇല്ലാത്ത നല്ല ഒരു ചക്ക മുറിച്ചെടുത്ത് പീസാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത ചക്ക നല്ല പോലെ ഒന്ന് ചെറിയ 4 പീസാക്കി മുറിച്ചെടുക്കാം. കാരണം അതിനകത്തെ നമുക്ക് വേണ്ടാത്ത ഒരു സാധനമേ ഉള്ളൂ, അതിനകത്തെ മുളഞ്ഞീന്. ആ മുളഞ്ഞീന് കൃത്യമായിട്ട് നല്ല പോലെ നീറ്റായിട്ട് എടുത്ത് കളയണം. അത് മാത്രം ഈ വളക്കൂട്ടിനകത്ത് വരാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. മുളഞ്ഞീൻ വെട്ടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം മുളഞ്ഞീനെല്ലാം കൃത്യമായിട്ട് പുറത്ത് വരും. പുറത്ത് വന്നതിന് ശേഷം അതെല്ലാം നല്ല പോലെ എടുത്ത് തുടച്ച് കളഞ്ഞിട്ട് ശേഷമേ ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചക്ക 2 പീസാക്കി, അതുപോലെ തന്നെ 4 പീസ് 6 പീസാക്കുന്നുണ്ട്. ഒരു 6 പീസായിട്ട് ചെറിയ പീസുകളാക്കി നമ്മൾ മുറിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. മുളഞ്ഞീൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മുറിച്ച് വെച്ച ചക്കയുടെ മുളഞ്ഞീനെല്ലാം പുറത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് രണ്ടാമത്തെ കൂട്ട് ഒന്ന് തപ്പിപ്പിടിച്ചെടുക്കാം. ഇപ്പം രണ്ടാമത്തെ കൂട്ട് തപ്പിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറമ്പിലോട്ട് ഇറങ്ങിക്കഴിയുമ്പം ഈ വള്ളിയാണ് ഈ രണ്ടാമത്തെ കൂട്ട്, ധൃതരാഷ്ട്രപ്പച്ച. ഇതിനകത്ത് ഒരുപാട് സൾഫർ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ്. അതുകൊണ്ട് ഇത് നമ്മളൊരു ഇതിൻ്റെ രണ്ടാമത്തെ കൂട്ട് മെയിനായിട്ടുള്ള കൂട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഈ ധൃതരാഷ്ട്രപ്പച്ച. അത് വേരും ഇലയും അടക്കമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഒരു നല്ല പോലെ ഒരു പിടി നല്ല പോലെ വലിച്ചു പറിച്ചെടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഈ ധൃതരാഷ്ട്രപ്പച്ച ഈ ഇലയാണ്, ഈ വീഡിയോയിൽ കാണുന്ന ഇലയാണ്. നല്ലപോലെ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തായാലും നിങ്ങൾ ഇത് കാണുന്നിടത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ ധൃതരാഷ്ട്രപ്പച്ച. ഇനി മൂന്നാമത്തെ കൂട്ട്, രണ്ടാമത്തെ കൂട്ടും സെറ്റായി. ഇനി മൂന്നാമത്തെ കൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൊന്നയുടെ ഇലയാണ്. അത്യാവശ്യം മൂത്ത നല്ല കൊന്നയുടെ ഇല. അത് നല്ലപോലെ ഞെടുപ്പായിട്ട് അടർത്തിയെടുത്ത് എടുക്കുക. ഇങ്ങനെ അടർത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഞുറുക്കി ഇടുമ്പം ഇലയും കിട്ടും. തണ്ടും ഇലയും ഒരുമിച്ചാണ് ഇതിൻ്റെ കൂടെ ഇടുന്നത്. ധൃതരാഷ്ട്രപ്പച്ചയുടെ വേരടക്കവുമാണ് ഇടുന്നത്. അപ്പം നമ്മൾ മൂന്നാമത്തെ കൂട്ടും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ മൂന്നാമത്തെ കൂട്ടും സെറ്റ് ചെയ്ത് ഇനി നമുക്ക് മെല്ലെ ഇതൊന്നും എങ്ങനെയാണ് മിക്സ് ചെയ്തതെന്ന് നോക്കാം. ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ വെട്ടിവെച്ചിരുന്ന ചക്കയുടെ പീസിലുള്ള മുളഞ്ഞീന് നല്ല പോലെ ഒരു ചെറിയ പീസ് പോലും ഇല്ലാതെ നല്ല പോലെ തോണ്ടി എടുത്ത് കളയുന്നുണ്ട്. നല്ലപോലെ തോണ്ടി എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെട്ടി മുറിക്കുന്നതും പീസാക്കുന്നതും. ഇപ്പം ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ടിന്നിലാണ് ഇത് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ തെങ്ങുള്ളവരും കൂടുതൽ ആവശ്യമുള്ളവരും 30 ലിറ്ററിൻ്റെ ബാരലിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വലിയ ബാരലിൽ 30 ലിറ്ററിൻ്റെ വലിയ ബാരൽ വരും, ബ്ലൂ കളറിൽ. ഇതിനകത്തെല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷേ കറക്റ്റായിട്ട് അടച്ചു വെക്കുകയും വേണം. അടച്ചു വെച്ച് നല്ലപോലെ ഭദ്രമായിട്ട് വെക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വേണം ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ. ആദ്യം നമ്മൾ ചെയ്യുന്നത് ചക്ക മുളഞ്ഞീനെല്ലാം മാറ്റിയ ചക്ക ചെറുതായിട്ട്, എത്രത്തോളം ചെറുതായിട്ട് ഞുറുക്കാൻ പറ്റുമോ അത്രത്തോളം. അത് തൊണ്ടോ കാര്യങ്ങളോ ഒന്നും കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊണ്ട് മുതൽ മുള്ള് മുതൽ എല്ലാ സാധനവും ചെറുതായിട്ട്, കുരു അടക്കം എത്രത്തോളം ചെറുതായിട്ട് ഞുറുക്കി ഇടാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് ഞുറുക്കി ഇടുക. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെറുതായിട്ട് അറിഞ്ഞിടുന്നുണ്ട്, മൊത്തത്തിൽ അറിഞ്ഞിടുന്നുണ്ട്. അറിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ ഈ ടിന്നിലോട്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം 3 കൂട്ടുകളും ഇപ്പം അറിഞ്ഞെല്ലാം ചക്ക മൊത്തം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ പീസുകളായിട്ട്. 3 കൂട്ടുകൾ ഇവിടെ കാണാം. ഇനി നമ്മൾ ടിന്നെടുത്തിട്ട് ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ഈ ടിന്നിൻ്റെ ഒരു 1/4 ഭാഗം, ഒരു അര ഭാഗവും 1/4 ഭാഗത്തിന് ഇടയ്ക്ക്
ഈ ചക്ക പീസുകൾ തന്നെ ഇട്ട് കൊടുക്കുക. ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചക്ക പീസാണ്. ചക്ക പീസ് നല്ലപോലെ തിക്കി ചെറിയ ചെറിയ പീസുകളെല്ലാം ഇട്ട് നല്ലപോലെ കുലുക്കി റെഡിയാക്കി വെക്കുക. അതിന് ശേഷം രണ്ടാമത് ധൃതരാഷ്ട്രപ്പച്ച നമ്മൾ എടുത്തു. ധൃതരാഷ്ട്രപ്പച്ചയും ഇങ്ങനെ ഒരുമിച്ചല്ല ഇടുന്നത്, അതും ഒന്ന് അറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു മുട്ടിയിൽ വെച്ചിട്ട് നല്ലപോലെ ഇപ്പം ആദ്യം അറിഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഇതും അറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അറിഞ്ഞു കൊടുത്ത് സെക്കൻഡ് സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുന്നത് ഈ ധൃതരാഷ്ട്രപ്പച്ചയാണ്. കാരണം ഒരേ ലെയറിൽ കൊടുക്കാതെ 2-3 ലെയറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ വളം ഇറങ്ങി രണ്ടാമത്തെ വളം അതിലോട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, സൾഫർ ഈ വളത്തിനോട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ വളം രണ്ടാമത്തെ കൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇപ്പം അതിൻ്റെ മേലേക്ക് കുറച്ചുകൂടി ചക്ക മുറിച്ചത് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചക്ക മുറിച്ചത് എടുത്തിട്ട് കൊടുത്ത് ഒരു 1/4 ഭാഗമായി കഴിയുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ കൊന്നയുടെ ഇല അതും ഇതുപോലെ തന്നെ അറിഞ്ഞ് നല്ല പോലെ ഇട്ട് കൊടുക്കുക. അറിഞ്ഞിട്ട് കൊടുത്തു കഴിയുമ്പം അതിൻ്റെ കമ്പും ചെറിയ കമ്പുകളും ഇലകളും അതുപോലെ തന്നെ കിട്ടും. അതും അതിനകത്തോട്ട് നല്ല പോലെ ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് ഇപ്പം മൂന്നാമത്തെ ഐറ്റവും അതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള ചക്കയുടെ പീസുകളെല്ലാം നല്ല പോലെ കയറ്റി കൊടുക്കുന്നുണ്ട്. അമക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ടൈറ്റാക്കിയിരിക്കാൻ വേണ്ടി എത്രത്തോളം ടൈറ്റാക്കിയിരിക്കാൻ പറ്റുമോ അത്രത്തോളം ടൈറ്റാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് നിറച്ചും വെള്ളം നിറഞ്ഞ് തുളുമ്പുന്നോടം വരെയും അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ശരിക്കും ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പം ഒന്ന് ഇടിച്ചു കൊടുത്തു കഴിയുമ്പം അതിനകത്തോട്ട് നല്ലപോലെ വെള്ളം ഇറങ്ങിപ്പോവും. ഇലകളിലേക്കും ചക്കയിലേക്കും എല്ലാം നല്ലപോലെ വെള്ളം നിറഞ്ഞ് തുളുമ്പുന്നോടം വരെ ഒഴിച്ചു കൊടുക്കുക. നിറഞ്ഞ് തുളുമ്പി കഴിയുമ്പം അതിനകത്ത് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന് മേലോട്ടും ഈ ചക്കയുടെ പീസുകൾ ഇട്ട് കൊടുക്കുക. ചക്കയുടെ പീസുകൾ ഇട്ട് കൊടുത്ത് ഏറ്റവും മുകളിൽ ഇപ്പം ചക്കയാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ താഴ്വശത്ത് ലെയറുകളായിട്ട് കൊന്നയുടെ ചപ്പും ധൃതരാഷ്ട്രപ്പച്ചയും എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നല്ല വളമെല്ലാം സെറ്റായി. ഇപ്പം ഞാനൊരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സെക്ഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നത്, ചെറിയ ടിന്നിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് കൂട്ടിൽ കൂടുതലും 10 ചക്ക വേണമെങ്കിൽ 10 ചക്ക, 20 ചക്ക വേണമെങ്കിൽ 20 ചക്ക ഇട്ട് അറിഞ്ഞിട്ടിട്ട് ഈ വളം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഈ വളമെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജൈവവളം. ഇത് ഉപയോഗിക്കുന്നത് ഇത് ഇങ്ങനെ വെച്ചിട്ട് 20 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ ഇരട്ടി വെള്ളവും കൂടി ഒഴിച്ചിട്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഈ മഴക്കാലം തീരുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാ പിടിക്കാനെല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ. ഗുഡ് ലക്ക് എവരിബഡി.